ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിഷയമാക്കുന്നത് നിന്റെ സംസാരം ഒരു കലയാണോ അതോ കൊലയാണോ? സംസാരം ഒരു കലയാക്കി മാറ്റാൻ നമുക്ക് പറ്റും. ഇനി അത് ചെയ്യുന്നില്ലെങ്കിൽ അതൊരു കൊലയായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊല്ലാൻ പോലും നമ്മുടെ സംസാരത്തിന് ശക്തിയുണ്ട് എന്നുള്ളത് ഈശോയുടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ട് ഡോക്ടർമാർ തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഓർക്കായിരുന്നു. ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു പേഷ്യൻ്റ് വന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അവസാനം ഡോക്ടർ സൂചിപ്പിച്ച ഒരു കാര്യം, താൻ ഇരിക്കുന്നത് ഒരു ബോംബിന്റെ മുകളിലാണ്, വെപ്പം വേണേലും പൊട്ടാം. ഇനി അദ്ദേഹത്തെ ഒന്ന് ഭയപ്പെടുത്തി ഒരുപക്ഷെ പുള്ളിക്ക് ഒരു ജീവിതത്തിൽ കുറച്ചുകൂടെ അടുക്കും ചിട്ടയൊക്കെ വരുത്താൻ വേണ്ടിയായിരിക്കാം. പക്ഷെ എന്നാലും സംസാരിച്ചപ്പം ആ മനുഷ്യൻ അത് കേട്ട് ഭയപ്പെട്ടു പോയി. താൻ ഇരിക്കുന്നത് ഒരു ബോംബിന്റെ മുകളിലാണ്, ഇതെപ്പം വേണേലും പൊട്ടാം. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. വേറൊരു ഡോക്ടർ അദ്ദേഹം ഒരാളുടെ റിസൾട്ട് കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഷുഗർ, കൊളസ്ട്രോള്, ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം ഓവർ ദ ലിമിറ്റാണ്. ഇനി അതെല്ലാം കൂടെ കണ്ടിട്ട് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, ഇതെല്ലാം ഇച്ചിരി ഓവറായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ പേടിക്കൊന്നും വേണ്ട, വേണമെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ട് ഇതെല്ലാം നമുക്ക് ക്രമീകരിച്ച് കൊണ്ടുവരാൻ പറ്റും. ഇച്ചിരി വ്യായാമം, കുറച്ച് ഫുഡ് നിയന്ത്രണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അല്ലാതെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. രണ്ടുപേരും ഡോക്ടേഴ്സാണ്, പക്ഷേ അവരുടെ ആ സംസാരത്തിൽ വന്ന മാറ്റം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംസാരം വേണമെങ്കിൽ നമുക്കൊരു കലയാക്കി മാറ്റാൻ പറ്റും. ഇനി അങ്ങനെ സംസാരിക്കുന്ന വളരെ സൗമ്യമായിട്ടൊക്കെ സംസാരിച്ച് മറ്റുള്ളവരെ കംഫർട്ടബിൾ ആക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. വളരെ പരുഷമായിട്ട് സംസാരിച്ച് മറ്റുള്ളവർക്ക് മുറിവുകളും അതുപോലെ തന്നെ സഹനങ്ങളൊക്കെ സമ്മാനിക്കുന്ന വ്യക്തികളെയും നമ്മൾ കണ്ടെത്തിയെന്ന് വരും. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം വചന വെളിച്ചത്തിൽ. ഒന്നാമത്തെ കാര്യം, സംസാരവുമായി ബന്ധപ്പെട്ട ഒരു 5 പ്രധാനപ്പെട്ട വചനങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇതെല്ലാം സംസാരവുമായി ബന്ധപ്പെട്ടതാണ്. 5 വചനങ്ങൾ. ഒന്നാമത്തേത് സുഭാഷിതങ്ങൾ 17:27. അവിടെ പറഞ്ഞിരിക്കുന്നത്, വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞനാണ്. ഒരു വിജ്ഞാനിയായിട്ട് നമ്മൾ മാറുന്നത് എപ്പോഴാണ്? വാക്കുകൾ നിയന്ത്രിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ്. ഇനി അങ്ങനെ ഒരു നിയന്ത്രണമില്ലാതെ ശ്രദ്ധയില്ലാതെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഭോഷനായി മാറും. അത് വരരുത്. പ്രഭാഷകൻ 20:18 വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദം കാൽ തെറ്റി വീഴുന്നതാണ്. കാല് തെറ്റി വീണാൽ എന്തെല്ലാം സംഭവിക്കാം? കാല് തെറ്റി വീണാൽ വേണേ കൈയൊടിയാം, തലയൊന്നടിക്കാം, മരണം സംഭവിക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കാം. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുകയാണ്, വാക്കിൽ പിഴയ്ക്കുന്നത് അതിനേക്കാൾ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് വാക്കിൽ പിഴയ്ക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. പ്രഭാഷകൻ 5:13 വചനം, അടുത്ത വചനം, മാനവും അവമാനവും വാക്കിലൂടെ വരുന്നു. നമുക്ക് വേണമെങ്കിൽ നമുക്ക് നല്ല പേര്, പ്രശസ്തി, ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ സംസാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ. പകരം വേണമെങ്കിൽ അപമാനം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും നമ്മുടെ സംസാരത്തെ നമ്മൾ സൂക്ഷിക്കുന്നില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മാനവും അപമാനവും വാക്കിലൂടെ വരുന്നു. ഇനി ഇതില് ഏതാ എനിക്ക് വേണ്ടത്? അത് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് നമ്മുടെ സംസാരത്തെ ഒരു കലയാക്കി മാറ്റാൻ നമ്മൾ തയ്യാറാകണം. ഇല്ലെങ്കിൽ അതൊരു കൊലയായിട്ട് മാറും. സുഭാഷിതങ്ങൾ 18:21 കൂടി എടുക്കുകയാണല്ലോ. അവിടെ പറഞ്ഞിട്ടുണ്ട്, ജീവൻ കൊടുക്കാനും ജീവൻ എടുക്കാനും വാക്കിന് ശക്തിയുണ്ട്. നമ്മുടെ സംസാരം കൊണ്ട് നമുക്ക് ജീവൻ കൊടുക്കാൻ പറ്റും, ഉള്ള ജീവൻ എടുക്കാനും സാധിക്കും. ഇനി ഏത് രീതിയിലാണ്, ഏത് കാറ്റഗറിയിലാണ് നമ്മൾ പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. തീത്തോസ് 2:7 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിർദോഷമായ ഒരു സംസാര രീതി നീ സൂക്ഷിക്കണം. നമ്മുടെ സംസാരത്തിൽ തെറ്റുവരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധയുള്ളവരാകണം എന്നുള്ളതാണ് അതിന്റെ സൂചന. രണ്ടാമതായിട്ട്, ഈ സംസാരം കലയായി മാറുന്നത് എപ്പോഴാണ്? എൻ്റെ സംസാരത്തിൽ ഒരു കലയുണ്ട്, അത് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറുന്നു എന്ന് പറയാൻ പറ്റുന്നത് എപ്പോഴാണ്? ചില വചനഭാഗങ്ങൾ എടുത്താൽ മതി. എഫേസ്യസ് 4:29, അവസരോചിതമായ സംസാരം. സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം, ഉചിതമായ വാക്കുകൾ ഉപയോഗിക്കണം, നമ്മളെ കേൾക്കുന്നവർക്ക് ആത്മീയ ചൈതന്യം ഉണ്ടാകണം. ഇനി അതല്ലാതെ നമ്മളെ കേൾക്കുന്നവർക്ക് ഒരു വേദന ഉണ്ടാവുകയോ അതല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വ്യക്തിയാണെന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള തറവർത്തമാനം, അതല്ല വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് സംസാരം ഒരു കലയായി മാറിയിട്ടില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. കൊളോസസ് 4:6 വായിച്ചാലോ, നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. ആ ഒരു അവസ്ഥയിലെത്താൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മുടെ വീട്ടിലാണേലും
കൂട്ടുകാരുടെ ഇടയിലാണേലും ആരുടെ ഇടയിലാണേലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. സുഭാഷിതങ്ങൾ 15:4 നമ്മൾ വായിക്കുന്നുണ്ട്, സൗമ്യമായ വാക്ക് ജീവന്റെ വൃക്ഷമാണ്. മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ, സംസാരിക്കുമ്പോൾ സൗമ്യതയോടെ നമുക്ക് സംസാരിക്കാനും ഇടപഴകാനും പറ്റണം. പിന്നെ നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ 20:6 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, പറയേണ്ടത് എപ്പോഴാണ് നമ്മൾ അറിഞ്ഞ്, പറയേണ്ടപ്പോൾ പറയണം, അല്ലാത്തപ്പോൾ മൗനം പാലിക്കണം. ഇനി അത് ജ്ഞാനികളുടെ ഒരു സൂചനയാണ്. സംസാരത്തെ കലയാക്കി മാറ്റിയ ഒരു വ്യക്തിക്ക് അത് ചെയ്യാൻ പറ്റും എന്നാണ്. പ്രഭാഷകൻ 4:21, ഉചിതമായ സന്ദർഭങ്ങളിലാണ് നീ സംസാരിക്കുന്നതെങ്കിൽ നീ സംസാരിക്കാൻ പഠിച്ച വ്യക്തിയാണ്. നീ നിന്റെ സംസാരത്തെ ഒരു കലയാക്കി മാറ്റി. അനുചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കുന്നവർ വിഡ്ഢികളാണ്. അതില് മറ്റുള്ളവർക്ക് അതിലൂടെ ഉപദ്രവം ചെയ്യും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രഭാഷകൻ 32:8 വചനം കൂടി എടുത്താൽ, കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക. അത് സംസാരം ഒരു കലയായി മാറ്റിയവർക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് ചിലര് ഒരു ചെറിയൊരാശയം അവതരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സമയം ഇരുന്ന് ഒരുപാട് വാക്കുകളെല്ലാം ഉപയോഗിക്കുന്ന അമിതഭാഷി. അതല്ല നമുക്ക് വേണ്ടത്. ചെറിയ വാക്കുകളിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, സംസാരം എപ്പോഴാണ് ഒരു കൊലയോ കോലാഹലമോ ആയി മാറുക? ചിലരുടെ സംസാരം കലയല്ല, കോലാഹലം. അതല്ല നമ്മൾ ഏറ്റെടുക്കേണ്ടത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 19:6, വ്യർത്ഥഭാഷണം നടത്തുന്നവരെ അവരുടെ സംസാരം കലയല്ല, കോലാഹലമാക്കും. വ്യർത്ഥഭാഷണം. പ്രഭാഷകൻ 20:8, അമിതഭാഷണം, തള്ളിക്കേറി സംസാരിക്കുന്നത്, ഇതെല്ലാം ഒരു കലയെ കോലാഹലമാക്കുന്ന ഒരു കാര്യങ്ങളാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 20:20 വചനം, പ്രഭാഷകൻ 20:20, അവസരോചിതമല്ലാത്ത വാക്ക്, അത് നമുക്ക് യോജിച്ചതല്ല എന്നുള്ളത് ഈശോയുടെ വചനം നമ്മെ പഠിപ്പിക്കാം. സുഭാഷിതങ്ങൾ 12:18 എടുത്താലോ, വീണ്ടും വിചാരമില്ലാത്ത വാക്ക് മനസ്സ് പിളർക്കും. ഇതെന്താണ് കേൾക്കുന്നവർക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ കണ്ട് എന്റെ മനസ്സിൽ വരുന്നത് ഞാൻ പറയുക. എനിക്ക് എന്റെ സ്വഭാവത്തിനനുസരിച്ച് ഞാൻ ചിലപ്പോൾ പരുഷമായ വാക്കുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ കാണുകയാണ് സുഭാഷിതങ്ങൾ 14:23 എടുത്താൽ, അലസ ഭാഷണം, അലസ സംഭാഷണം, അത് നിന്നെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും. സുഭാഷിതങ്ങൾ 15:14 കൂടി എടുക്കുകയാണെങ്കിൽ, വികടമായ വാക്ക് മനസ്സ് പിളർക്കും. ചിലരുടെ കമന്റ് ആയിരിക്കാം, കുറ്റപ്പെടുത്തലായിരിക്കാം, മറ്റുള്ളവരുടെ കേൾക്കുന്നവരുടെ മനസ്സ് പിളർക്കുന്ന രീതിയിലുള്ള വാക്കും സംസാരവും. ഇത് കലയെ കൊലയാക്കി മാറ്റിയതിന്റെ ഒരു സൂചനയാണ്. ഒരു കാരണവശാലും അതിലേക്ക് നമ്മൾ പോകരുത്. നമ്മുടെ സംസാരം നിർദോഷമാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായി മാറും. മറ്റുള്ളവർക്ക് നമ്മുടെ സാന്നിധ്യം ഒരു അനുഗ്രഹമായി തീരും. അതിനുവേണ്ട കൃപയ്ക്കും അഭിഷേകത്തിനുമായിട്ട് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.